തന്റേതല്ലാത്തതൊന്നും തനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന ബോധ്യമാണ് ഈ ടാക്സി ഡ്രൈവർക്ക്. ആദ്യം ചെറിയ തൂക്കം വരുന്ന ആഭരണങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് കിട്ടിയതൊക്കെ തൂക്കം കൂടിയവ. 2ഉം 6ഉം പവനുള്ളവയെല്ലാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 7 തവണ സ്വർണ്ണാഭരണങ്ങൾ കളഞ്ഞു കിട്ടി. അതോടൊപ്പം തന്നെ കാശും. ഈ സമയങ്ങളിലൊക്കെ അതിന്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തി ഏൽപ്പിക്കുന്നു. ഈ അത്ഭുത മനുഷ്യൻ നമ്മളൊക്കെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന സ്ഥലത്തുള്ള അലി എന്ന ഒരു ടാക്സി ഡ്രൈവർ, അതും സാധാരണക്കാരനായ ഒരു വ്യക്തി. ഏതായാലും അദ്ദേഹത്തെ കുറിച്ച് വന്ന ഒരു വാർത്ത നമുക്ക് കേട്ടതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതിപാദിക്കാം. തന്റേതല്ലാത്തതൊന്നും തനിക്ക് അർഹതപ്പെട്ടതല്ലെന്ന ബോധ്യമാണ് ഈ ടാക്സി ഡ്രൈവർക്ക്. ആദ്യം ചെറിയ തൂക്കം വരുന്ന ആഭരണങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് കിട്ടിയതൊക്കെ തൂക്കം കൂടിയവ. 2ഉം 6ഉം പവനുള്ളവയെല്ലാം അതിലുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പറശ്ശിനിക്കടവിൽ നിന്ന് 17.5 പവൻ സ്വർണം ലഭിച്ചു. അതിനൊപ്പം 27,000 രൂപയും 3 പാസ്പോർട്ടുകളും. അതെല്ലാം അലി ഉടമയിലെത്തിച്ചു. ഇപ്പോൾ 7ാം തവണ ചെറുപുഴ ടൗണിൽ നിന്ന് 2 പവൻ വളയാണ് വീണുകിട്ടിയത്. അലി അത് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് അത് ഉടമയ്ക്കും. കുതിച്ചുപായുന്ന സ്വർണ്ണവിലയുടെ കാലത്ത് ഒന്നുപോലും കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് അലിക്ക് തോന്നിയിട്ടില്ല. ഇത് ഭാഗ്യം, ഇത് കിട്ടിയത് ഇതിൻ്റെ ഉടമക്ക് തിരിച്ചു എങ്ങനെയെങ്കിലും കൊടുക്കാന്നല്ലാതെ അവരെ മനസ്സിൻ്റെ വിഷം നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് നമുക്കറിയില്ല, നമ്മൾ സാധനം നഷ്ടപ്പെട്ടു പോയാൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കൊടുക്കാൻ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചു. ഇത് പൈസ ഇഷ്ടം പോലെ കിട്ടലുണ്ട്. ഞാൻ പിന്നെ നടക്കാൻ പോകുമ്പോൾ രാവിലെ എല്ലാം കിട്ടലുണ്ട്. തിരിച്ചെടുത്ത ഇയാൾക്ക് ആരെങ്കിലും പാവങ്ങളുടെ വഴിക്ക് കൊടുക്കും, അത്രയാണ്. അലിയുടെ സത്യസന്ധതയെ പ്രശംസിക്കുകയാണ് പോലീസും നാട്ടുകാരും. സ്വർണത്തിന്റെ തിളക്കത്തേക്കാൾ ഏറെയുണ്ട് നന്മ നിറഞ്ഞ മനസ്സിന്. സത്യസന്ധതയാണ് ഈ ടാക്സി ഡ്രൈവർ നൽകുന്ന സന്ദേശം. കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു വിസ്മയം തോന്നുന്നു ഈ മനുഷ്യനെ കുറിച്ചിട്ട്. 14 പവന്, അങ്ങനെ 1ഉം 2ഉം പവൻ, അങ്ങനെ പല രീതിയിലുള്ള ആഭരണങ്ങളാണ് ഇദ്ദേഹത്തിന് കളഞ്ഞു കിട്ടുന്നത്. ഇന്ന് ആഭരണങ്ങളുടെ വില എത്രത്തോളം ഉണ്ടെന്നത് നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ മതിയല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തെ ഇത്രയും സത്യസന്ധതയിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ പ്രമാണമെന്നാണ്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുതൽ, അത് ഏത് രീതിയിലായാലും, അത് മോഷ്ടിക്കുന്ന രീതിയിലായാലും അതുപോലെ തന്നെ കളഞ്ഞു കിട്ടി ഉപയോഗിക്കുന്ന രീതിയിലായാലും അത് നിഷിദ്ധമാണ്. അങ്ങനെയുള്ള പക്ഷം സർവശക്തന്റെ ഭാഗത്തുനിന്ന് കടുത്ത ശിക്ഷ കിട്ടൂ എന്നുള്ള ഒരു ഉത്തമ വിശ്വാസമാണ് അദ്ദേഹത്തെ ഇത്രത്തോളം സത്യസന്ധതയിലേക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു. കേവലം 3 ഗ്രാം സ്വർണം ഒരു ജ്വല്ലറിൽ വന്നിട്ട് ആഭരണങ്ങളിൽ എടുക്കണം എന്ന വ്യാജേന 3 ഗ്രാം സ്വർണം വഴി കടന്നു കളഞ്ഞിട്ടുള്ള ഒരു യുവതിയെ കുറിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടകാലത്ത് ഇങ്ങനെയുള്ള ഒരു സത്യസന്ധനായിട്ട് ഈ അലി എന്നുള്ള ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വളരെയധികം അതിശയം തന്നെയാണ്. ഏതായാലും അലി എന്ന ഈ വ്യക്തിയുടെ ഈ പ്രവൃത്തി ഏറെ പ്രശംസിക്കേണ്ടത് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ സത്യസന്ധത പരിഗണിച്ച് ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു ആദരവ് കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ ആ നാട്ടുകാരോട് പറയാനുള്ളത്.